പതിയെ പതിയെ പാപഭാരം വർദ്ധിക്കുമ്പോൾ സാത്താന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തന്നെ ഇത് നിർത്തുക, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനികൾ എഴുതിയിട്ടുണ്ട്, ഏത് പ്രശ്നത്തെയും പരിഹരിക്കുന്നതിന് അതിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന്. അപ്പോഴേ നമുക്ക് പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ, അതിന്റെ കാരണത്തിലേക്ക് എത്താനും സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ട് ഗുരു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്ക് ചിലത് പറയാനുണ്ട് ഗുരുജി. ശിക്ഷ ലഭിച്ചതിന് ശേഷവും? ശരി ശരി ശരി, എന്താ പറയാനുള്ളത്? പറയൂ പറയൂ. എനിക്ക് തോന്നുന്നത് പ്രശ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് പകരം ദൂരെ നിന്നത് നിരീക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ എങ്കിൽ എളുപ്പത്തിൽ കാരണം മനസ്സിലാക്കി സമാധാനം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നോടൊരു കാര്യം പറയാമോ? നിന്റെ തലച്ചോറ് എപ്പോഴും തലകീഴായി മാത്രം സഞ്ചരിക്കുന്നത് എന്താണ് യേശു? ഞാൻ എന്തു പറഞ്ഞാലും അതിന്റെ എതിരായേ നീ ചിന്തിക്കുകയോ? ശരി, എന്നാൽ തെളിവുകളോടെ മനസ്സിലാക്കിക്കൂ ഇക്കാര്യം. ഞാൻ പറയുന്ന കാര്യം തെളിയിക്കാനായിട്ട് എനിക്ക് അങ്ങയുടെ അനുവാദം വേണം ഗുരുജി. എന്താ വായിച്ചു പറഞ്ഞു തരാമോ ഈ പത്രത്തിൽ എഴുതിയത് എന്താണെന്ന്? എന്താ ഞാനിത് അങ്ങേക്കായി പിടിച്ചു തരട്ടെ ഗുരുജി? ഇവന്റെ മനസ്സിൽ ഇതെന്താ ഉള്ളത്? ഇപ്പൊ അങ്ങേക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ എന്താ ചെയ്യുന്നേ? ഞാൻ അങ്ങേ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഗുരുജി. ഇത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണോ വായിക്കാനായി ഈ കടലാസ് ദൂരേക്ക് പിടിക്കേണ്ടി വരുന്നത്, അതുപോലെ തന്നെ ദൂരം പാലിച്ച് പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടുപിടിക്കേണ്ടതാണ്. എങ്കിൽ നമുക്ക് ശരിക്കും പ്രശ്നത്തെ കാണാനും മനസ്സിലാക്കാനും സാധിക്കും. വളരെ ശരിയാണ്. കൊള്ളാമല്ലോ യേശു, സമ്മതിച്ചിരിക്കുന്നു. ശരി ശരി ശരി, ഇന്നത്തേക്ക് ഇത്രയും മതി. നാളെ എല്ലാവരും കുറച്ചു കാര്യങ്ങൾ വരുമ്പോൾ എഴുതിക്കൊണ്ടുവരണം. എന്നിട്ട് അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വായിക്കണം. കേട്ടല്ലോ? ഇന്നത്തെ പഠനം അവസാനിച്ചിരിക്കുന്നു. പൊയ്ക്കോളൂ ഇവിടെ നിന്നും. ഇന്ന് നീ നല്ലതായി ഒന്നും തന്നെ ചെയ്തില്ല. ഒന്നുമല്ലെങ്കിൽ നാളെയെങ്കിലും പറഞ്ഞ ജോലി ചെയ്തിട്ട് വരണം. മനസ്സിലായോ? ശരി ഗുരുജി. ഞാൻ പറഞ്ഞതില്ലേ യേശുജ്യേഷ്ഠൻ എല്ലാം ശരിയാക്കുമെന്ന്. ഗുരുവിനെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നാ റബ്ബി ഗുരുജി യേശുവിനോടുള്ള ദേഷ്യം മുഴുവനും എന്നോടാണ് കാണിക്കുന്നത്. നോക്കൂ, നിന്റെ പ്രശ്നം ഇതാണ് സെഞ്ചൂറിയൻ. നീ എപ്പോഴും ജോലിയേക്കാൾ കൂടുതൽ അന്വേഷണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ പക്കൽ എല്ലാ കുട്ടികളുടെയും പേരുണ്ടായിരുന്നു, നീ സംശയിച്ച കുട്ടികളുടെ. പിന്നെ തീർച്ചയായും ഇവരിൽ ആർക്കെങ്കിലും ഈ പ്രവചനവുമായി ബന്ധമുണ്ടായിരിക്കും, അതിൽ തർക്കമില്ല. ഞാൻ കരുതിയത് ഇവരുടെ ജീവനോടൊപ്പം തന്നെ സംശയവും അവസാനിക്കുമെന്ന്. എന്താ ഞാൻ ചിന്തിച്ചത് ശരിയല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആദ്യം ആരാണെന്ന് തിരിച്ചറിയുക, എന്നിട്ട് അവനെ ലക്ഷ്യം വെക്കണം. അത് കഴിഞ്ഞ് പിടിച്ചുകൊണ്ടുവരിക, പിന്നീട് വേണം തടവിലാക്കാൻ. അതിനുശേഷം കൊന്നുകളഞ്ഞേക്കണം. അല്ലെങ്കിലും ഇത്രയും സമയം പാഴാക്കേണ്ട ആവശ്യം എന്താണ്? നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? കൊന്നുകളയൂ ഈ കുട്ടികളെ. ഞാൻ കരുതിയത് അങ്ങയുടെ അച്ഛനേക്കാൾ മഹാനായ രാജാവെന്ന് തെളിയിച്ചെന്നാണ്. നിൽക്കൂ. നീ
നീ എന്താ എന്നോട് പറഞ്ഞത്? എനിക്ക് തോന്നിയത് അങ്ങയുടെ അച്ഛനേക്കാൾ മഹാനായ രാജാവെന്ന് തെളിയിച്ചെന്നാണ്. എന്നാൽ ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചത് തെറ്റാണെന്നാണ്. ഞാൻ ചെയ്തതും തെറ്റാണ്. നിന്നെ ജീവനോടെ വിട്ടുകളഞ്ഞത്. വേണ്ട വേണ്ട വേണ്ട, അത് സംഭവിക്കാൻ പാടില്ല. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ആസൂത്രണം തകരാൻ ഞാൻ അനുവദിക്കില്ല. അഥവാ പുതിയ ചക്രവർത്തി സെഞ്ചൂരിയനെ കൊന്നാൽ പിന്നെ യേശുവിനെ ചക്രവർത്തിയുടെ അടുത്ത് എത്തിക്കാനുള്ള മാർഗം ഇല്ലാതെയാകും. അഥവാ അങ്ങ് ഈ കുട്ടികളെ കൊന്നുകളഞ്ഞാൽ അങ്ങയുടെ അച്ഛനെ പോലെ അങ്ങയുടെ പേരും നിഷ്കളങ്കരായ കുട്ടികളുടെ കൊലപാതകി എന്ന പേരിൽ അറിയപ്പെടും. പിന്നെ അങ്ങ് മറ്റെന്ത് നല്ലത് തന്നെ ചെയ്താലും അങ്ങയുടെ പേരെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് പറയുന്നത്, അങ്ങെന്നെ ഏൽപ്പിച്ച ആ ദൗത്യം അത് പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കൂ. കാരണം അങ്ങയുടെ പേര് മോശമാകരുത്. അഥവാ നീ ഇയാൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സൈന്യം മുഴുവൻ നിങ്ങൾക്കെതിരായി മാറുന്നതാണ്. അനുസരിക്കൂ, ഈ പറയുന്നത് അനുസരിക്കൂ. നോക്കൂ, ഈ കുട്ടികൾ ജീവിക്കുന്നതും മരിക്കുന്നതും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. പിന്നെ ഇവിടെയുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് എന്നെക്കുറിച്ച് എന്ത് പറയുമെന്ന ചിന്തയും എനിക്കില്ല. പക്ഷേ ഈ കുട്ടികളുടെ ജീവൻ രക്ഷിക്കുവാനായി നിങ്ങൾ സ്വന്തം തല കുനിച്ചുകൊണ്ടാണ് അപേക്ഷിച്ചിരിക്കുന്നത്. ഒരു മഹാനായ ചക്രവർത്തി എന്ന നിലയിൽ ഞാൻ ഈ നിൽക്കുന്ന കുട്ടികളുടെ ജീവൻ നിങ്ങൾക്ക് ഭിക്ഷയായി നൽകാൻ തയ്യാറായിരിക്കുന്നു. ചെല്ലു, നീ പറഞ്ഞ കാര്യം ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ ഈ കുട്ടികളെ എല്ലാവരെയും കൊല്ലാതെ വിടാം. പക്ഷെ ഇവരെല്ലാവരും എന്റെ തടവിൽ തന്നെ ആയിരിക്കും. പോകൂ, പോയി അന്വേഷിക്കൂ ആ അത്ഭുത ബാലൻ എവിടെയാണെന്ന്. അവനെ കണ്ടുകെട്ടിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഈ കൈകൾ കൊണ്ട് അവന്റെ ജീവൻ എടുക്കേണ്ടതാണ്. അതിമനോഹരം, കൊള്ളാം ചക്രവർത്തി. ഞാൻ പറഞ്ഞത് വിസ്മരിച്ചു പോകരുത്. അതെനിക്കറിയാം. അങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാനല്ല, പകരം രക്ഷിക്കാനാണ് വന്നതെന്ന്. എനിക്ക് രാജസിംഹാസനത്തിന് മുകളിലായി മറ്റൊന്നും തന്നെയില്ല. അതിനാൽ ഞാൻ കൃത്യമായി ആ കുട്ടി ആരാണെന്നറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴേ ആ കുട്ടിയെ കൊല്ലാനായി തയ്യാറാകാനാകൂ. ഞങ്ങൾക്കെല്ലാവർക്കും പാഠശാലയിൽ നിന്നും ഒരു ഗൃഹപാഠം കിട്ടിയിട്ടുണ്ട്. അതിനായി എനിക്ക് അങ്ങയെക്കുറിച്ച് എല്ലാം അറിയണം. അങ്ങ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അതൊക്കെ ചെയ്യാനായിട്ട് അങ്ങേക്ക് എത്ര സമയമാണ് വേണ്ടത്, അതെല്ലാം ഇന്ന് മുഴുവൻ ദിവസവും അതിനുവേണ്ടി ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാകും. അങ്ങനാണോ? അതൊക്കെ ശരി തന്നെ. പക്ഷേ നീ ഇത് പറഞ്ഞില്ലല്ലോ, എങ്ങനെ നിന്റെ കൈകളിലും വസ്ത്രത്തിലും ഈ മഷിക്കറ വന്നുവെന്ന്. യേശു, എന്തു പറ്റി മോനെ? റബ്ബി ഗുരു വഴക്കു പറയുകയോ മറ്റോ ചെയ്തോ? ഇത് തലയ്ക്ക് മുകളിൽ പിടിക്കൂ, എന്നിട്ട് ആ മൂലയിൽ പോയി മിണ്ടാതെ നിൽക്ക്. വളരെ കുറച്ച്. എല്ലാവരും ഉള്ളതുകൊണ്ട് ആദ്യ ദിവസം വളരെ മനോഹരമായിരുന്നു. പിതാവേ, എന്റെ ഗൃഹപാഠത്തിനായി അങ്ങ് അങ്ങയെക്കുറിച്ച് ഏറ്റവും ആദ്യം എന്താ പറയാൻ പോകുന്നേ? ഏറ്റവും ആദ്യം നീ നിന്റെ ഈ വേഷമൊക്കെ മാറിയിട്ട് പണിശാലയിലേക്ക് വരാൻ നോക്ക്. കേൾക്കുന്നതിലും നല്ലതാണ് നീ നിന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും. ഞാൻ ഇപ്പോൾ തന്നെ വരാം. ദൈവാനുഗ്രഹത്താൽ നമ്മുടെ കുഞ്ഞിന്റെ ഈ സന്തോഷം എപ്പോഴും നിലനിൽക്കട്ടെ. എനിക്ക് എത്രയും വേഗം ഉറപ്പുവരുത്തണം ആ പ്രവചനത്തിൽ പറഞ്ഞ കുഞ്ഞ് യേശുവാണോ അല്ലയോ എന്ന്. പക്ഷെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇത് സുനിശ്ചിതമാക്കേണ്ടതാണ്. എന്റെ സൈനികരെല്ലാം സുരക്ഷിതരാണെന്ന്. ഭൃത്യ, എന്നെ അവിടേക്ക് കൊണ്ടുപോകും. അവൻ നിന്നെ ഒരിക്കലും അവിടേക്ക് കൊണ്ടുപോകില്ല. സെഞ്ചൂറിയൻ,
നിന്നെ എന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ എനിക്കൊരു ഉപകരണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനാൽ വളരെ ഖേദത്തോടെ നാം പറഞ്ഞോട്ടെ, നിന്റെ വളരെ വിശ്വസ്തരായ സൈനികരുണ്ടല്ലോ, അവരിപ്പോ എന്റെ ബന്ധികളാണ്. പക്ഷെ എന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കൂടിയുണ്ട്. അങ്ങനെ വിളിച്ചോ ചക്രവർത്തി? ഇന്നു മുതൽ നാം നിനക്ക് പുതിയൊരു ദൗത്യം നൽകുകയാണ്. സൈന്യാധിപൻ സെഞ്ചൂറിയൻ. ഇനി മുതൽ നീ ഇദ്ദേഹത്തോടൊപ്പം വേണം കഴിയാൻ. ഇയാൾ എവിടെ പോയാലും ഇദ്ദേഹത്തോടൊപ്പം നീയും ഉണ്ടാകണം. മനസ്സറിഞ്ഞ് സേവിക്കണം നിന്റെ സ്വാമിയെ. നിന്റെ സാധനങ്ങളൊക്കെ എടുക്ക, നമുക്കിപ്പോ തന്നെ പോകണം. ഓരോ നിമിഷവും നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയണം. സെഞ്ചൂറിയൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരെയൊക്കെയാണ് കാണുന്നത്, അങ്ങനെയെല്ലാം അറിയണം. ഏതൊരു ദിവസത്തെ കാര്യമാണോ നീ നമ്മെ അറിയിക്കാത്തത്, ആ ദിവസം നാം നിന്നെ കൊന്നുകളയുന്നതാണ്. ശരി ചക്രവർത്തി. അങ്ങേക്ക് എത്ര വയസ്സായി അച്ഛാ? പിന്നെ അങ്ങേക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താണ്? നിൽക്ക് ഞാനല്ലേ മുതിർന്നത്, അതുകൊണ്ട് അച്ഛൻ എന്റെ ചോദ്യങ്ങൾക്കായിരിക്കും ഉത്തരം തരുന്നത്. ചോദിക്ക്. അച്ഛാ, ഞാൻ അച്ഛന്റെ ജോലിയെ കുറിച്ചാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് പറയൂ, അച്ഛൻ ഇതുവരെ ഉണ്ടാക്കിയ ഏറ്റവും മനോഹരമായ വസ്ത്രം ഏതാണ്? എന്റെ മോനെ, ഞാൻ പറഞ്ഞു തരാലോ. നിങ്ങൾ ഈ കാണുന്ന കട്ടിലുണ്ടല്ലോ, ഇത് നിങ്ങളുടെ അച്ഛൻ 1 മാസം മുൻപ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇത് വീണ്ടും നന്നാക്കേണ്ട അവസ്ഥയിലായി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് ഈ കട്ടിലിനോടാണ് ദയ തോന്നുന്നത്. നിന്റെ വാക്കു പാലിക്കാൻ ഈ പാവം ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ എന്നിട്ട് പോലും ഈ മെടഞ്ഞതെല്ലാം നശിച്ചു പോയില്ലേ? നോക്കി ഞാൻ ജ്യേഷ്ഠത്തെ സമാധാനിപ്പിച്ചു കൊണ്ടുവരാം. ശരി. അങ്ങേക്ക് പാട്ട് പാടാൻ അറിയാമോ അച്ഛാ? പിന്നെ അങ്ങേക്ക് നൃത്തം ചെയ്യാൻ അറിയാമോ? അല്ല കുട്ടികളെ, നിങ്ങളൊന്ന് നിൽക്കേ. വലിയ കുസൃതികളായിരിക്കുന്നു നിങ്ങൾ എല്ലാവരും. കൊള്ളാലോ പിതാവേ, നിറങ്ങൾ കൊടുക്കുന്ന സമയത്ത് അങ്ങയുടെ കൈകൾ കാണാൻ എന്ത് ഭംഗിയാണ്. ഇത് വർഷങ്ങളായുള്ള പരിശ്രമത്തിന്റെ ഫലം യേശു. ഞാൻ ഏകദേശം നിന്റെ പ്രായം ഉണ്ടായിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പഠിക്കുന്നത്. ഏതൊരു കലയോ കാര്യമോ ചെയ്യാനായിട്ട് കഠിന പരിശ്രമവും ധൈര്യവും പിന്നെ സമർപ്പണ മനോഭാവവുമാണ് ആവശ്യം. ശരി പിതാവേ. ഒരു കാര്യം ചെയ്യും, നീ ആദ്യം ചെന്ന് ഈ പണിശാലയൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. നീ ഇവിടെയുള്ള വസ്തുക്കളെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം എന്നോട് ചോദ്യം ചോദിക്കുക. എന്താ? ശരി പിതാവേ. പിതാവേ, അങ്ങയുടെ ജോലിയിൽ ഏത് ഭാഗമാണ് അങ്ങേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്? ആളുകളുടെ മുഖത്ത് കാണുന്നില്ലേ ആ പുഞ്ചിരി? ഞാൻ എന്തെങ്കിലും വസ്തു നിർമ്മിച്ചു നൽകുമ്പോ അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവാറുണ്ട്. അത് വളരെ അമൂല്യമായിട്ടുള്ള ഒന്നാണ്. ഇതെന്താണ് പിതാവേ?
അടയാളമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം സന്തോഷാനുഭൂതി ഉണ്ടാകുന്നത്? അങ്ങനെ എന്താണ് സംഭവിച്ചത്? എനിക്ക് ഇത്രയും സന്തോഷം നൽകുന്ന അനുഭൂതി ലഭിക്കാൻ മാത്രം. ഞാനിതുവരെ ഇത്തരം വസ്തുക്കളിൽ നിന്നും യേശുവിനെ അകറ്റി നിർത്തിയിരുന്നതാണ്. ഇപ്പോൾ ഞാൻ അവനോട് എന്താ പറയാ? പറഞ്ഞു തന്നാലും പിതാവേ, അതെന്താണെന്ന്. മറ്റാരിൽ നിന്നായാലും യേശു ഇക്കാര്യം അറിയും. അതിലും നല്ലത് ഞാൻ തന്നെ പറയുന്നതാണ്. മോനെ, ഇത് കുരിശാണ്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷയായിട്ട് അവരെ ഈ കുരിശിൽ തറയ്ക്കുന്നതാണ് മോനെ. ശിക്ഷിക്കുക എന്നത് അത്യാവശ്യമാണോ പിതാവേ? എന്താ ആളുകളുടെ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കാനും സാധിക്കുമല്ലോ. അക്കാര്യങ്ങളൊക്കെ മറന്നേക്ക്. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. വരൂ. എന്താ ഇങ്ങനെയാണ് അവരുടെ കൈകൾ ബന്ധിക്കുന്നത് പിതാവേ? മോനെ, നീ ചെറിയ കുട്ടിയാണ്. അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കല്ലേ? പക്ഷെ ഏത് മനുഷ്യരെയാണോ അവർ കുരിശിൽ തറയ്ക്കുന്നത്, അവർക്ക് വിഷമമുണ്ടാവുകയില്ലേ? യേശുവിന്റെ ചോദ്യങ്ങൾ കേട്ട് എനിക്ക് അപരിചിതമായ ഒരു വേദന തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ് അവരെ ബന്ധിക്കുന്നത്. ഇവിടെയാണോ തറയ്ക്കുന്നത്? പിന്നെ ഇവിടെയും ഇതുകൊണ്ട് തറയ്ക്കുമോ? മതിയാക്കും മോനെ, അതിങ്ങ് തരൂ. ഇതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മാറ്റിവെക്കാം. നോക്ക്, നീ എന്റെ ഉപകരണങ്ങൾ എടുത്തിട്ട് വാ. ഞാൻ നിനക്ക് നക്ഷത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം. ആ, പോയിട്ട് വാ.
യേശു പിതാവ് എന്തിനാണ് ഇപ്പൊ കരയുന്നത്? യേശു നീ ഒരിക്കലും ഈ കുരിശിൽ തൊടാൻ പാടില്ല മോനെ. എന്നോട് സത്യം ചെയ്യും മോനെ. പറ, ഒരിക്കലും ഇല്ലെന്ന് പറയ്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിച്ചാലും പിതാവേ, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കരയാതിരിക്കൂ പിതാവേ. ഞാനിനി കുരിശിലെന്നല്ല, ഇവിടെയുള്ള ഒന്നിലും ഞാൻ ഇനി ഒരിക്കലും തൊടില്ല. ഇനി ഒരിക്കലും ഞാൻ പിതാവിനെ കരയിപ്പിക്കില്ല.